വെള്ളാപ്പള്ളി ജയിലിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ചു പേരെങ്കിലും കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണിത്. അത്ര എളുപ്പമല്ല വെള്ളാപ്പള്ളി ജയിലിൽ പോകാനൊന്നും. തുഷാർ വെള്ളാപ്പള്ളിയോട് ഇന്ന് മഹേശൻ്റെ മരണത്തെക്കുറിച്ച് മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്വേഷിക്കട്ടെ, അന്വേഷണത്തിന് എന്താ കുഴപ്പം, കൃത്യമായി അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. 2 കേസിലാണ് വെള്ളാപ്പള്ളി നടേശൻ ബുദ്ധിമുട്ടുന്നത്. ഒന്ന് കെ മഹേശൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി, അത് വളരെ കൃത്യമായ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കേസാണ്. ആ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസിൽ കൃത്യമായ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട്. തനിക്ക് തെറ്റ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ താൻ ഇനി ഈ സ്ഥാനത്തിരുന്നാൽ ഒരുപാട് തെറ്റും കുഴപ്പവും ചെയ്യേണ്ടി വരും, സമ്മർദ്ദത്തിലേക്ക് പോകും, താൻ ജയിലിൽ കിടക്കും എന്നൊക്കെ ഉള്ള ഒരു മാനസിക സംഘർഷത്തിലാണ് കെ മഹേശൻ ആത്മഹത്യ ചെയ്തുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോപണമായി വന്നിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്ന് VN സുധീരൻ ശക്തമായി ഡിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്താണ് മൈക്രോ ഫിനാൻസിൻ്റെ കേസ്. 2 മൈക്രോ ഫിനാൻസ് തന്നെയാണ്, പക്ഷെ ഒന്ന് മരണവും ഒന്ന് കേസുമാണ്. മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം 100ഓളം കേസുകൾ കിടക്കുന്നു. ഈ കേസുകളിൽ കുറ്റപത്രം കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് കുറ്റപത്രം കൊടുക്കുകയാണെങ്കിൽ അത് അന്വേഷണം മുറുകി അതിൻ്റെ ഒരു വേറെ ഘട്ടത്തിലെത്തുമ്പോഴാണ് കുറ്റപത്രം കൊടുക്കുന്നത്. കുറ്റപത്രം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുമോ? കാരണം ഫോർജറി, അതായത് പണ അപകരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പറ്റിക്കൽ എന്നുള്ള രീതിയിലൊരു ചതി, വഞ്ചന, പറ്റിക്കൽ എന്നുള്ള രീതിയിലുള്ള വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയാൽ അറസ്റ്റിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ എന്താണ് കേരളത്തിൽ സംഭവിക്കുക എന്ന്, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ പോകട്ടെ എന്ന് തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നു. എന്നാൽ എന്താണ് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒരു സന്നാഹത്തിലാണ്, കാര്യങ്ങൾ എങ്ങോട്ട് പോകും എന്നറിയാൻ ഒരു കൗതുകം എല്ലാവർക്കുമുണ്ട്. അപ്പോഴാണ് VD സതീശൻ്റെ നിലപാട് എങ്ങനെയാണ്, സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശനോടുമുള്ള നിലപാട് കടുപ്പിക്കുമോ, ഇത്തരം കാര്യങ്ങളിൽ, ഈ കേസ് പോലുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിലപാട് കൂടുതൽ കർക്കശമായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കൈവിടുന്നൊരു സമീപനമാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കുറ്റപത്രം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ജയിലിൽ ഇടാന്ന് പറഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോകാമെന്നല്ല, അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയെയും ചിലപ്പോൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ ജാമ്യം എടുക്കൽ, മറ്റു കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയായിരുന്നാലും വളരെ ശക്തനായി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ SNDP ഭാരവാഹികളെല്ലാം പറയുന്നത്, ഞങ്ങൾ പണമൊന്നും മറച്ചിട്ടില്ല, ഇത് കിട്ടിയ പണം ചെക്ക് വഴിയാണ് കിട്ടിയത്, ചെക്ക് വഴിയാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ പിന്നെ ചെക്ക് വഴി കിട്ടുന്നൊരു പൈസ ചെക്ക് വഴി കൊടുക്കുമ്പോൾ എല്ലാം അക്കൗണ്ടബിൾ ആണല്ലോ, അല്ലാതെ ക്യാഷായിട്ട് എടുത്ത് ക്യാഷ് കൊടുത്തിട്ട് തട്ടിപ്പല്ലല്ലോ. അപ്പോൾ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തട്ടിപ്പുമില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ സ്റ്റാൻഡ്. എന്നാൽ കുറേ തട്ടിപ്പുണ്ടെന്നും അതുകൊണ്ടാണ് 100ഓളം കേസുകൾ കിടക്കുന്നതെന്നും ശ്രീനാരായണ ധർമ്മ പ്രചരണ സമിതിയും സംരക്ഷണ സമിതിയും പിന്നെ അങ്ങനെ നിരവധി സംഘടനകൾ പുറത്ത് വന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യം നമുക്കറിയത്തില്ല. എന്തായാലും കേസിൽ ചില നൂലാമാലകളുണ്ട്, അതുകൊണ്ടാണല്ലോ അത് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കോടതിയും കൂടി അതിനകത്ത് ഇടപെടുകയാണ്. കോടതിയുടെ മേൽനോട്ടവും കൂടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് പ്രസ്താവനകൾ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ആക്ഷേപം ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയായാൽ തീർച്ചയായിട്ടും പോലീസിന് അതുമായി ബന്ധപ്പെടുത്തി കുറ്റപത്രം കൊടുക്കുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. എന്തായാലും ജയിലിലേക്ക് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ജാമ്യത്തിൽ പോകുന്ന ഒരു സിസ്റ്റം ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ വയസ്സുകാലത്ത് ഏറ്റവും വളരെ പ്രായമുള്ള സമയത്ത് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ചെന്ന് പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും കൊലക്കേസ്, ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരണ ഉണ്ടായ കേസായാലും, പ്രേരണ നൽകിയ വ്യക്തി എന്നുള്ള, സമ്മർദ്ദം കൊടുത്ത വ്യക്തി എന്നുള്ള കേസായാലും, മൈക്രോ ഫിനാൻസിൻ്റെ കേസായാലും
വെള്ളാപ്പള്ളിക്ക് കേസ് കടുക്കുകയാണ്. പിന്നെ വെള്ളാപ്പള്ളി വി.ഡി. സതീശനുമായിട്ടുള്ള ബന്ധമനുസരിച്ചായിരിക്കും ഇത് ബാക്കി വർക്കൗട്ട് ആവുക. അതിപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയത്തിലായാലും മദ്യത്തിൻ്റെ വിഷയത്തിലായാലും സുകുമാരൻ നായർ വിഷയത്തിലായാലും വി.ഡി. സതീശൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് അതിനകത്തുണ്ട്. അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. വി.എം. സുധീരൻ രംഗത്ത് ശക്തമായി ഉണ്ടുതാനും ഇതൊക്കെ കേസെടുക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. വി.എം. സുധീരൻ്റെ കത്ത് വി.ഡി. സതീശൻ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സാധാരണ നമ്മളാരും കത്തയക്കും പോലല്ല. നമ്മൾ കത്തയച്ചാൽ ചിലപ്പോൾ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് താഴേക്ക് കൊടുത്തിട്ട് കറങ്ങാം. പക്ഷേ ഇതങ്ങനെ പറ്റില്ല. കൊടുത്തിരിക്കുന്ന ആൾ വളരെ പ്രധാനപ്പെട്ട ആളാണ്. KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വി.എം. സുധീരൻ. അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസായതുകൊണ്ട്, ഇത് അദ്ദേഹം കൊടുത്ത റിക്വസ്റ്റ് ആയതുകൊണ്ട്, കേസല്ല, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നിവേദനമായതുകൊണ്ട് അതിൻ്റേതായ ഒരു പരിഗണന ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൈക്രോ ഫിനാൻസിൽ വെള്ളാപ്പള്ളി ജയിലിലേക്ക് പോകുമോ എന്നുള്ളത് കേരള സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ഇതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ജൂൺ 10 എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസമാണ്, ജൂണിൽ തന്നെയാണ് ഈ കേസുകളുടെ നാൾ വഴി വന്നത്. ഇനിയുള്ള കേസുകളുടെ ദിവസങ്ങളും വളരെ പ്രധാനമാണ്. കോടതി എന്ത് പറയുന്നു എന്നുള്ളതും പ്രശ്നമാണ്. കോടതി ശക്തമായ നിലപാടെടുത്താൽ, കുറ്റപത്രമൊക്കെ കൊടുത്ത്, അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രവും കൊടുത്ത് കോടതി ശക്തമായ നിലപാടെടുത്താൽ ഒരുപക്ഷെ ഗവൺമെൻറ്റിനും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതൊരു കാഴ്ചപ്പാട്. രണ്ടാമത്, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന വി.ഡി. സതീശനുമായി വ്യക്തിപരമായി തന്നെ ഈ വാക്പോരിലൂടെ, അല്ലാതെ വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല, പൊളിറ്റിക്കൽ വാക്പോരിലൂടെ തർക്കങ്ങളുള്ളത് കൊണ്ട് അതും എങ്ങനെയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എടുക്കുക എന്നറിയില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം തള്ളിക്കളയും, ഇഗ്നോർ ചെയ്യും. എന്നിൽ പോലും ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ എങ്ങനെ എടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട്, അപ്പോൾ നമ്മളൊരാളെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അയാൾ എങ്ങനെ എടുക്കുമെന്ന് ചിന്തിച്ച് അയാൾ എന്തെങ്കിലും പുറത്ത് പറയുന്നവരെ നമുക്ക് ടെൻഷനായിരിക്കും, അല്ലെ കേസ് വഴക്ക് കൊടുക്കുന്നവരെ. അത് എന്ന് പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെതിരെയൊക്കെ വർത്തമാനം വന്നുവെങ്കിലും എത്രയാണ് ഇതിൻ്റെ ഭാഗം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു ചർച്ച വരാനുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ കേസ് അതികഠിനമായ രീതിയിലാണ് മുറുകുന്നത്.